ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? മഴയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മളിന്ന് മഴയൊക്കെ എൻജോയ് ചെയ്ത് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ കടച്ചക്ക റോസ്റ്റ്. കടച്ചക്ക നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കും, തോരൻ ഉണ്ടാക്കും, വറുത്തരച്ച് തീയൽ ഉണ്ടാക്കും, അതുപോലെ മസാലക്കറി ഉണ്ടാക്കും, റോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ ഇത്രയും പറഞ്ഞ റെസിപ്പികളെല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ട്. റോസ്റ്റിൻ്റെ റെസിപ്പി മാത്രമേ നേരത്തെ ചെയ്യാതുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ കടച്ചക്ക മതി കേട്ടോ. ചെറിയൊരു പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കടച്ചക്ക റോസ്റ്റ് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ മതി ഇതിലേക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കടച്ചക്ക റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 300 ഗ്രാം കടച്ചക്ക ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 3 വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 4-5 അല്ലി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ കടച്ചക്ക ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കുക. കടച്ചക്കയിൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ വേവിക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ആവശ്യമുള്ളതാണ്, കടച്ചക്ക വേവിക്കുന്ന വെള്ളം. കടച്ചക്ക കട്ട് ചെയ്തിട്ട് എപ്പോഴും വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാനും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് കടച്ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ചേർക്കുന്നുണ്ട്. കടച്ചക്ക മുങ്ങിക്കിടക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/4 ഭാഗം കുക്ക് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ കടച്ചക്ക ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള ഭാഗത്തിലായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കടച്ചക്ക കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സവോള ഒന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെരിച്ച് കട്ട് ചെയ്യില്ലേ നമ്മൾ, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കടച്ചക്കയൊക്കെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. കടച്ചക്കയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് എണ്ണ കൂടുതൽ വേണം. ഇതിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. സവോളയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി സവോളയുടെ കളറൊന്ന് നന്നായിട്ട് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവ് കുറഞ്ഞ മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ നന്നായിട്ട് കുക്കായി വരും. പൊടികൾ കുക്കായി കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ തക്കാളി ചേർക്കരുത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. ഇനി നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ അടച്ചു വയ്ക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് കളറ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കളറ് കിട്ടും കുറച്ചുകൂടി. ഇതുപോലൊരു
ഡാർക്ക് കളറായിട്ട് വരും. ഒരുപാട് ഡാർക്കല്ല, ഒരുപാട് ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ കാശ്മീരി ചില്ലി പൗഡറിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടച്ചക്ക വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. കടച്ചക്കയുടെ വെള്ളം ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കടച്ചക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. വെള്ളം പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ കടച്ചക്കയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കടച്ചക്ക കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുഴഞ്ഞു പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള വേവിലെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി കടച്ചക്കയും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കടച്ചക്കയും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആയി വരും. അതിനുശേഷം നമുക്ക് കടച്ചക്കയിലുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ഒന്ന് ഇതെല്ലാം ചേർന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ കടച്ചക്ക ചേർത്ത് അടച്ചു വെച്ചു. കടച്ചക്കയിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതൊന്ന് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കടച്ചക്ക വേവിച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈ മസാല ഒന്ന് കുക്കാവാനുള്ള, നമ്മളിപ്പോൾ ചേർത്ത ചിക്കൻ മസാല ഒന്ന് കുക്കാവാനുള്ള സമയം മാത്രം കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആ കടച്ചക്ക വേവിച്ച വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണിത് പെർഫെക്റ്റ് ആവുക. കടച്ചക്കയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ രീതിയിലായി വരുന്നത്. കടച്ചക്ക വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിനി കടച്ചക്ക വേവിച്ച വെള്ളം ചേർക്കാണ്. ഇത്രയും വെള്ളമുണ്ട് കടച്ചക്ക വേവിച്ചത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. കുറുകി മസാലയൊക്കെ കടച്ചക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്ന രീതിയിൽ നമ്മുടെ ഗ്രേവി വറ്റി വരണം. അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം എന്നില്ല. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ സമയം എടുക്കുക വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട്. തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ വറ്റി വരും. അപ്പോൾ ഇതിനെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇത് കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അധികം ഗ്രേവിയൊന്നുമില്ല, കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. ഇത് ചൂട് മാറി കഴിയുമ്പോൾ നമ്മുടെ കടച്ചക്കയിലേക്ക് ഒന്നുകൂടി പിടിച്ചു വരും. അപ്പോൾ ചൂട് മാറി കഴിയുമ്പോൾ ഗ്രേവി ഒട്ടും തന്നെ ഉണ്ടാവില്ല. നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന ആ ഒരു പാകത്തിലിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കടച്ചക്ക റോസ്റ്റിൻ്റെ പരിപാടി. വളരെ എളുപ്പമാണ്. കുറച്ച് സമയം കടച്ചക്ക വേവിക്കുന്ന ആ ഒരു സമയം നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികൾ വേഗം തീരും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ എടുക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. ചൂടോടുകൂടി കഴിക്കരുത്. ചൂട് മാറിയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടിയും ഇല്ല, ചിക്കൻ മസാലപ്പൊടിയും ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു ഓപ്ഷൻ പെരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ. ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കും. ആ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ കടച്ചക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മസാലപ്പൊടികൾ ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിലേത് ഫ്ലേവറാണോ താല്പര്യം, ചിക്കൻ മസാലയുടെ, ഗരം മസാലയുടെ, പെരിഞ്ജീരകത്തിൻ്റെ ഏതിൻ്റെ ഫ്ലേവറാണോ താല്പര്യം വെച്ചാൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്ക് കുക്കിംഗ് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.